ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. സ്ത്രീകള് അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന പെൺകുട്ടികൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കുറയ്ക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്യാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഏകദേശം ഒരു 6 കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഹൈജീൻ ആണ്. അതായത് ചില വ്യക്തികളുണ്ട്, അവർ നോർമലി ചെയ്യുന്ന ഒരു രീതിയാണ്. ഇപ്പം പബ്ലിക്കായിട്ട് നിന്ന് തുമ്മുക, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലൊക്കെ ഇങ്ങനെ മൂക്കിക്കൂടെയൊക്കെ വിരലിടുക, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ പല്ലിലൊക്കെ ഇങ്ങനെ കുത്തുക, അല്ലെങ്കിൽ നഖം കടിക്കുക. ഇതൊന്നും ഒട്ടുമിക്ക ഒരു പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും ഇഷ്ടമുള്ള കാര്യമേ അല്ല. നിങ്ങളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ അവരുടെ ഫേസ് മാറുന്ന നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്. എന്നാൽ നിങ്ങൾ ആൺകുട്ടികൾ അതൊന്നും ശ്രദ്ധിക്കത്തേ ഇല്ല. നിങ്ങളിങ്ങനെ വർത്താനം പറയുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിൽ അങ്ങ് സംസാരിച്ച് പോകുന്നു. പക്ഷെ നിങ്ങൾ കാണിക്കുന്ന ഓരോ ആക്ഷനും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ നല്ല രീതിയിൽ ശ്രദ്ധിക്കാറുമുണ്ട്. ഇതാണ് അവർക്ക് നിങ്ങളുള്ളൊരു ഇഷ്ടം. അതായത് ഇത്രയും നാൾ നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്ന അവർ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്ക് ആകെ എങ്ങോട്ട് എന്തോ ഒരു ഇറിറ്റേഷൻ തോന്നും. പിന്നെ ആ ഒരു രീതിയിൽ നിങ്ങളോടുള്ള ഇഷ്ടം കുറയാൻ വേണ്ടത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പബ്ലിക്കായിട്ട് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയോടോ ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു ഹൈജീൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ തുമ്മുക, അപ്പോൾ തുമ്മാനൊക്കെ വരും, അതൊക്കെ നോർമലി എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ നിങ്ങൾ തുമ്മുന്ന ടൈമിൽ മാക്സിമം ഒരു ടവലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നഖമൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ ഒരു പബ്ലിക്കായിട്ടുള്ള ഹൈജീൻ നിങ്ങൾ എല്ലാ കാര്യത്തിലും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ബീങ് റൂഡ് ടു അതേഴ്സ് ആണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയോട് നല്ല രീതിയിൽ പെരുമാറുന്നു. പെട്ടെന്ന് നിങ്ങളോട് വേറെ ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് ഭയങ്കരമായിട്ട് റൂഡായിട്ട് സംസാരിക്കുന്നു, ഭയങ്കര ദേഷ്യപ്പെട്ട്. ഈ കാര്യം ഒരിക്കലും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ ആ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുത്തേ ഇല്ല. കാരണം ഇപ്പോൾ നിങ്ങളിങ്ങനെ ആക്ട് ചെയ്യുന്നതാവാം, ആ ഒരു ഫീല് അവർക്ക് തോന്നും. കാരണം നിങ്ങൾ ബാക്കി എല്ലാവരോടും ഭയങ്കര റൂഡായിട്ട് സംസാരിക്കുന്നു, അവരോട് മാത്രം സ്നേഹം കാണിക്കുന്നു. അവർക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ആ ഒരു ടൈമിൽ ഉണ്ടാവുക, എന്താണ് നിങ്ങളുടെ ഒറിജിനൽ ക്യാരക്ടർ എന്ന്. അതുകൊണ്ട് മാക്സിമം എല്ലാവരോടും കുറച്ച് സോഫ്റ്റായിട്ട് പെരുമാറാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കോൺസ്റ്റന്റ് നെഗറ്റിവിറ്റിയാണ്. അതായത് ചില പുരുഷന്മാരുണ്ട്, എന്ത് കാര്യം പറഞ്ഞാലും അവരിങ്ങനെ നെഗറ്റീവേ പറയത്തുള്ളൂ. അതായത് നിങ്ങളുടെ പെൺകുട്ടി ഭയങ്കര സന്തോഷത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം വന്നിട്ട് നിങ്ങളോട് പറയുകയാണ്. നിങ്ങളത് കേൾക്കുന്ന ടൈം തന്നെ പറയും, ഓ ഇതൊന്നും നടക്കില്ല, വെറുതെ അതിന് വേണ്ടിയിട്ട് ടൈം കളയണ്ട, നിന്നെക്കൊണ്ട് പറ്റില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് നിങ്ങളുള്ളൊരു ഇഷ്ടമുണ്ടല്ലോ, അത് കുറയത്തേ ഉള്ളൂ. അതായത് ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഡേറ്റിംഗ് കിട്ടി. ആ ഒരു കാര്യം ആ ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് നിങ്ങളോട് പറയുകയാണ്. അങ്ങനെ പറയുന്ന സമയം നിങ്ങൾ പറയുകയാണ്, ഓ അതിനൊക്കെ നീ പോകണ്ട, കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്, കാരണം അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നെഗറ്റിവിറ്റി നിങ്ങൾ സ്പ്രെഡ് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളുള്ള ഇഷ്ടം അത് കുറയത്തേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം എല്ലാ കാര്യങ്ങളും ഒന്ന് പോസിറ്റീവായിട്ട് എടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, മേക്കിംഗ് എവറിത്തിങ് എ കോമ്പറ്റീഷൻ ആണ്. അതായത് ചില പുരുഷന്മാരുണ്ട്, എന്ത് കാര്യങ്ങൾക്കും അവർക്ക് ഭയങ്കര ഒരു കോമ്പറ്റീഷനാണ്. ഞാൻ ഫസ്റ്റ് എത്തണം, ഞാൻ ഫസ്റ്റ് ആകാവുള്ളൂ, ആ ഒരു രീതിയാണ്. കോമ്പറ്റീഷനൊക്കെ ഒരുവിധം നല്ലതാണ് ലൈഫിൽ. കാരണം എങ്കിലേ നമുക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. എന്നും പറഞ്ഞിട്ട് ലൈഫിലുള്ള എല്ലാ കാര്യങ്ങൾക്കും, അതിപ്പോൾ ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും അതിന് ഒരു കോമ്പറ്റീഷൻ വെക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെൺകുട്ടിക്ക് അതൊട്ടും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് കോമ്പറ്റീഷനൊക്കെ നല്ലതാണ് എന്നും പറഞ്ഞ് നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കും ഇങ്ങനെ കോമ്പറ്റീഷൻ വെക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നോട്ട് ലിസണിങ് ആണ്. അതായത് നിങ്ങളുടെ ആ ഒരു പെൺകുട്ടി വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ആ ഒരു സമയം നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക, അവിടെ ഇവിടെയൊക്കെ നോക്കി നിൽക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളുടെ ഒരു വെറുപ്പാണ് തോന്നത്തുള്ളൂ. കാരണം ആ ഒരു പെൺകുട്ടി അന്നത്തെ ദിവസത്തെ എല്ലാ കാര്യവും ഓടി വന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ നിങ്ങളോട് പറയുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന് റെസ്പോൺസും കാര്യങ്ങളും ഒന്നും കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോടുള്ള ഒരു വെറുപ്പ് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ആ പെൺകുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വൈഫ് ആ ഒരു കുട്ടി പറയുന്ന ടൈമിൽ ആ കാര്യങ്ങളൊക്കെ മാക്സിമം ശ്രദ്ധിച്ച് നിന്ന് കേൾക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ 5ാമത്തെ കാര്യം. ഇനി 6ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 6ാമതായിട്ട് വരുന്ന വേറെയൊന്നുമല്ല, ബീങ് ഡിസ്ഹോണസ്റ്റ് ആണ്. അതായത് ചില പുരുഷന്മാരുണ്ട്, നുണകളുടെ ഒരു ചീട്ട് കൊട്ടാരം തന്നെയായിരിക്കും അവർ പണിത് വെച്ചേക്കുന്നത്. അതായത് ഇപ്പം ഇങ്ങനെ ഒരു ടൈമിൽ നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്ന ഒരു ടൈമിൽ ഇങ്ങനെ കള്ളമൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ പ്രപ്പോസ് ചെയ്തത്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ ആ ഒരു പെൺകുട്ടി അറിയുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴുള്ള അവസ്ഥ? അതുകൊണ്ട് മാക്സിമം എല്ലാ കാര്യങ്ങൾക്കും സത്യസന്ധത അത് പുലർത്താൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക. അല്ലാതെ എനിക്ക് ആനയുണ്ട്, അമ്പാനയുണ്ട്, ഞാൻ അതായിരുന്നു ഇതായിരുന്നു തുടങ്ങി ആവശ്യമില്ലാത്ത കള്ളങ്ങൾ ഒന്നും ഒരിക്കലും ആ ഒരു പെൺകുട്ടിയോട് നിങ്ങൾ പറയാതിരിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട 6ാമത്തെ കാര്യം. ഒരു പക്ഷേ ആ ഒരു പെൺകുട്ടി ഈ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവിടെ തീരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കള്ളമൊക്കെ പറയാം, കുഞ്ഞു കുഞ്ഞു കള്ളങ്ങളൊക്കെ. ഇപ്പോൾ ലൈഫിൽ കള്ളം പറയാത്തവരായിട്ട് ആരുമില്ല. നമ്മുടെ കുഞ്ഞു കുഞ്ഞു നിലനിൽപ്പിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ഇച്ചിരി കള്ളമൊക്കെ പറയാറുണ്ട് അല്ലേ? കള്ളം പറയുന്നത് ശരിയല്ല, എങ്കിലും എല്ലാവരും പറയാറുമുണ്ട്. എന്നും പറഞ്ഞിട്ട് ഒരു നുണകളുടെ കൂമ്പാരം അല്ലെങ്കിൽ ഒരു കൂടാരം തന്നെ ഒരിക്കലും നിങ്ങൾ ആ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കരുത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും നല്ല രീതിക്ക് മുമ്പോട്ട് പോകത്തില്ല. എപ്പോഴും എല്ലാ കാര്യത്തിനും ഒരു സത്യസന്ധത പുലർത്താൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു 6 കാര്യങ്ങളാണ് എല്ലാ പെൺകുട്ടികളും നിങ്ങൾ പുരുഷന്മാരിൽ ശ്രദ്ധിക്കുന്നതും അവർക്ക് ഇഷ്ടമില്ലാത്തതും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്തിട്ട് എല്ലാവരും ഒന്ന് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.